ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഒരുക്കും സ്വാഗതം. ലാലേട്ടന്റെ 100 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമകളിൽ ഒന്നാണല്ലോ ലൂസിഫർ. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തിയ ലൂസിഫർ എന്ന സിനിമ ഇപ്പോഴത്തെ റിലീസിനായിട്ട് ഒരുങ്ങുന്നു എന്നൊരു സൂചന സിനിമയുടെ നിർമ്മാതാവ് കൂടിയ ആന്റണി പെരുമ്പാവൂർ അറിയിച്ചിരിക്കുകയാണ്. മാർച്ച് 27 തിയേറ്ററുകളിലേക്ക് എത്തുന്ന എമ്പുരാൻ റിലീസിന് 1-2 ആഴ്ചകൾക്ക് മുന്നേ ലൂസിഫർ തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുവെന്ന് ഇന്നലെ ARM എന്ന സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ വേളയിൽ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ലൂസിഫർ റിലീസ് ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇന്നലെ ARM എന്ന ടൊവിനോ തോമസ് നായകനെത്തിയ സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ നടത്തിയിരിക്കുകയാണ്. 2024 എന്ന കഴിഞ്ഞ വർഷത്തിലെ ഓണം വിന്നറും ഓണക്കാലത്ത് ഏറ്റവും വലിയ കളക്ഷൻ നേടിയെടുത്ത 100 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത ടൊവിനോയുടെ ആദ്യ സിനിമ കൂടിയ ഈ സിനിമ ടൊവിനോയുടെ 50ാമത്തെ സിനിമ കൂടി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. മലയാളത്തിലെ മികച്ച 3D ഫാന്റസി സിനിമകളിൽ ഒന്നിന്റെ സക്സസ് സെലിബ്രേഷനാണ് ഇപ്പോഴത്തെ നടന്നിരിക്കുന്നത്. JSKയ്ക്ക് പിന്നാലെ സുരേഷ് ഗോപിയുടെ ഒരു സിനിമ കൂടി തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടിരിക്കുകയാണ്. JSK പോലെ തന്നെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമയാണ് വരാഹം. സുരേഷ് ഗോപി, സുരാജ് വെഞ്ഞാറമൂട്, GVM തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയുടെ വർക്കുകളെല്ലാം തന്നെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി JSKയ്ക്ക് ശേഷമാണോ JSKയ്ക്ക് മുന്നേ ആണോ റിലീസ് എന്നാണ് അറിയേണ്ടത്. ലക്കി ഭാസ്കർ ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ ചിത്രം. ഒരാഴ്ചയ്ക്ക് മുന്നേ ഏഷ്യാനെറ്റ് ചാനലിലെ മലയാളത്തിലും തെലുഗു TV ചാനലിലെ സ്റ്റാർ മായിലും സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോഴത്തെ 2 ടെലിവിഷൻ പ്രീമിയറിലെയും TRP പുറത്തു വരുമ്പോൾ നല്ല TRP സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. മലയാളത്തിൽ 6.34 TRP നേടിയെടുത്ത സിനിമ 7.20 TRP ആണ് സ്റ്റാർ മായിൽ സംപ്രേഷണം ചെയ്തപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്ന ടൈറ്റിൽ പുറത്തു വന്ന ആസിഫ് അലി സിനിമയാണല്ലോ സർക്കിട്ട്. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് തീയതി അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ഏപ്രിൽ 11 വിഷുക്കാലത്ത് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ആ ഡേറ്റ് ലോക്കാക്കുകയാണെങ്കിൽ കിഷ്കിന്ധ കാണ്ഡത്തിന് ശേഷം വീണ്ടും ഫെസ്റ്റിവൽ സീസണിലെത്തുന്ന ആസിഫ് അലി സിനിമയായിട്ട് സർക്കിട്ട് മാറുന്നതാണ്. ഇന്നൊരു മലയാളം സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. മലയാളത്തിലെ അടുത്തൊരു ഫൺ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണ് ബ്രോമാൻസ്. വാലന്റൈൻ ദിനമായ ഫെബ്രുവരി 14 തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടിരിക്കുന്ന ബ്രോമാൻസിന്റെ ഒരു കിടിലൻ ട്രെയിലർ കട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ മലയാളത്തിലെ അടുത്തൊരു തരംഗമാകാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ടാണ് ചിത്രത്തെ നാം കാണുന്നത്. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ റിലീസിനായിട്ട്. ശേഷമുള്ള അഭിപ്രായങ്ങൾ കേട്ട് ഒപ്പം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് നിലവിൽ ഫെബ്രുവരി 14 എന്നൊരു റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മമ്മൂക്കയുടെ ബസൂക്കയുടെ റിലീസ് ഒരുപക്ഷെ ഒരാഴ്ച കൂടി നീട്ടിയേക്കും. ഫെബ്രുവരി 21 സിനിമയുടെ റിലീസ് നീട്ടി തുടങ്ങിയ അൺഒഫീഷ്യൽ അപ്ഡേറ്റ്സ് നിലവിൽ വരുന്നുണ്ട്. എന്തായാലും ബസൂക്ക എന്ന സിനിമ ഫെബ്രുവരി 21 തിയേറ്ററുകളിലേക്ക് എത്തുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ സമീപകാലത്തെ മികച്ചൊരു റിലീസ് കേരളത്തിൽ ലഭ്യമാകുന്ന സിനിമ കൂടിയായിട്ട് ചിത്രം മാറും. ഏകദേശം 350ഓളം സ്ക്രീനുകളിലേക്ക് സിനിമ നിലവിൽ ചാർട്ട് ചെയ്തു എന്ന് അറിയാനായിട്ട് കഴിയുന്നു. എന്തായാലും കാത്തിരിക്കാം ബസൂക്കയുടെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട്.